ചേട്ടൻ വന്നിട്ടുള്ള എന്നൊരു മീൻ കറിയാണ് ഇന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് എന്നിവ ഇട്ട് ഒന്ന് വരട്ടിയെടുക്കുക. സോഫ്റ്റ് ആവാൻ വേണ്ടി വരട്ടിയെടുക്കുക. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ കേട്ടോ. ഇതിലേക്ക് തക്കാളിയും കറിവേപ്പിലും ഇപ്പം ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇളക്കിയെടുക്കാം. നന്നാക്കി ഉള്ളിയും തക്കാളിയൊക്കെ ഇതാക്കി നമുക്ക് നന്നാക്കി ഇളക്കിയെടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് മൂടി വെക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അതിൽ നന്നാക്കി ഒന്നും കൂടി ഇളക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടപ്പോൾ ഉണ്ടാകും. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് നമുക്കിത് ഒക്കെ കൂടി എന്ത് ചെയ്യണം, ഇളക്കിയെടുക്കാം. മല്ലിപ്പൊടി കുറച്ച് 3 ടീസ്പൂൺ ഞങ്ങൾ ഇടുന്നുണ്ട്. 4 ടീസ്പൂൺ ഞങ്ങൾ ഇടുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ഒക്കെ ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം ഗൈസ് ഇത് നമ്മൾ വെള്ളം പാർട്ടിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഗൈസ് ഇതാ നമ്മുടെ ഈ കറി, അതായത് കറി ആയില്ല, മീൻ ഇട്ടിട്ടില്ല, പക്ഷെ മീൻ കറി ആയില്ല കേട്ടോ. കറി ഇതാ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ ഇടാം, അത്രേ ഉള്ളൂ. ഉണ്ടോ, നല്ലോണം തിളക്കുന്നുണ്ട്. ഇത്രക്കൊന്നും അപ്പം ഇനി നമുക്കത് നന്നാക്കി ഇളക്കിയെടുക്കാം. അതിന് ഉപ്പിടാൻ മറന്നു, ഉപ്പിടുക. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത്. എന്താണെന്ന് ഞാൻ പറയുന്നു. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പം ഗൈസ് നമ്മുടെ മീനുകുട്ടന്മാരൊക്കെ നന്നാക്കി തിളക്കുന്നുണ്ടേ. കണ്ടോ, അപ്പം ഗൈസ് നമ്മളുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയല്ലോ ഇന്നത്തെ മീൻ കറി കുക്കിംഗ്
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്